ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലൊരു അംബ്രല്ല, അതായത് ഫുൾ ഫ്ലെയർ ആയിട്ടുള്ളൊരു കുർത്തി അല്ലെങ്കിൽ ഫ്രോക്ക് എങ്ങനെ തയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവുകളാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. 2-3 വീഡിയോകൾ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. എത്ര തുണി എടുക്കണം പിന്നെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതേ അളവ് തന്നെ അതേപോലെ തന്നെ ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള കണക്ക് വെച്ചിട്ടാണ് ഇതിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ മെഷർമെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്, തുണി എങ്ങനെ എടുക്കാമെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സാരിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ റേഡിയസ് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും അതുപോലൊക്കെ തന്നെ, എന്നാലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഫുൾ ഫ്ലെയർ ആയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഞാനിതൊരു സാരിയാണ്. ഈ സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഷിഫോണിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഗാർഡൻ അങ്ങനത്തെ തോന്നുന്നു അത് കണ്ടിട്ട്. അപ്പോൾ അതുപോലെ അപ്പോൾ ഞാൻ ലൈനിങ് ഇതിന് വൈറ്റാണ് വെച്ച് കൊടുക്കണം. മറ്റേ കളറ് എന്നോട് ഇതാണുള്ള ഒരു കളർ എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ടായിരുന്നില്ലേ, മഴയും ഇതൊക്കെയല്ലേ, അപ്പോൾ കടയിലൊന്നും പോയി വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാകണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ സാരിയാണ്. അപ്പോൾ സാരിയിൽ എത്ര തുണി മുറിക്കണം എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നില്ല, ഞാൻ 47 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 47 നിന്ന് 14 ഇഞ്ച് 15 ഇഞ്ച് കുറച്ചേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യോക്ക്, അതായത് നമ്മുടെ യോക്കിൻ്റെ ഭാഗം 15ആണ് ഞാൻ കൊടുക്കണത്. അപ്പോൾ ആ 47 നിന്ന് 15 കുറയ്ക്കുമ്പോൾ 32 കിട്ടും. അത് സ്കേർട്ടിൻ്റെ ഭാഗം, 15 നമ്മൾ യോക്കിൻ്റെ ഭാഗം. തയ്യൽത്തുമ്പൊക്കെ കൊടുക്കണം കേട്ടോ, അത് ഞാൻ അപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരിക. അപ്പോൾ 32 ഇഞ്ച് സ്കേർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ 4.5 മീറ്റർ തുണി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സാരിയിൽ നിന്ന് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് 4.5 മീറ്റർ തുണി കണ്ടോ. അതുപോലെ ലൈനിങ്ങും സെയിം തന്നെ എടുത്തിരിക്കുന്നത്. 4.5 തന്നെ എടുത്തിട്ടുണ്ട്. സെയിം പോലെ തന്നെ നല്ല വിരിവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ആവശ്യമുള്ള യോക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, യോക്ക് 15ആണ് എനിക്ക് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ചെസ്റ്റിൻ്റെ അളവിൻ്റെ 4.1 കൂടെ നമ്മളിത് ഇതുപോലെ മടക്കി വയ്ക്കട്ടോ. 4ആയിട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യം, ഇങ്ങനെ പറയാം, നമുക്ക് ആവശ്യമുള്ള തുണി മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ യോക്കിൻ്റെ ഭാഗം എന്ന് പറയണമെങ്കിൽ 16 ഇഞ്ച് കൊടുക്കുക. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് യോക്കിൻ്റെ ഭാഗം 15ആണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ലൈനിങ്ങിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലൈനിങ്ങിൽ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ലൈനിങ് ഇല്ലെങ്കിൽ സാധാരണ തുണിയിൽ സാധാരണ നമ്മൾ ലൈനിങ് വെക്കാത്ത ഉണ്ടാവില്ല, അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ, നോർമൽ. അപ്പോൾ ഇതിൽ ഷോൾഡർ എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ കൊടുക്കണം കേട്ടോ. 7 ഇഞ്ച്, ആ 7 ഇഞ്ച് തന്നെയാണ് ഞാൻ ആം ഹോളും കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കത് ശരിയാണെന്ന് നോക്കേണ്ടതുണ്ട്, ആം ഹോൾ റൗണ്ടൊക്കെ വെച്ചിട്ടാ. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തും 7 തന്നെ ഇല്ലയെന്ന് ഞാൻ ഉറപ്പ് വരുത്താണ് കേട്ടോ. നമ്മൾ അങ്ങനെ നോക്കണം, 7 തന്നെ ഇല്ലയെന്ന് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഭാഗം ഇതുപോലെ വരച്ചു കൊടുക്കണം, നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം. ഇനി എങ്ങനെയാണ് നമുക്ക് ആ കറക്റ്റ് പോയിന്റ് വരണമെന്ന് നമ്മൾ എപ്പോഴും വീഡിയോയിൽ പറയേണ്ടതാണ് കേട്ടോ, അത് നോക്കുക. അപ്പം നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ നല്ലൊരു ഭാഗം എന്ന് പറയുന്നത് എനിക്ക് 10.75 വരണേ കണ്ടോ. ഇതുപോലെ 10.75 വരണത്. അപ്പോൾ ഈ 10.75 നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കാണ്ട് കേട്ടോ, സ്ട്രൈറ്റ് ആയിട്ട്. ഇതിപ്പോൾ ചോക്കിന് കുറച്ച് തെളിച്ചക്കുറവുണ്ട് കേട്ടോ, പിന്നെ രാത്രിയാണ് എടുത്തതും, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ ഇത് 4 ഇഞ്ച് ഞാനൊരു അര ഇഞ്ച് ഞാനൊരു ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ റേഞ്ചിന് ശേഷം ഇതിൻ്റെ പകുതി എടുക്കുകയാണ്, നമ്മുടെ ആ ലൈനിൻ്റെ പകുതി എടുത്തു. ഇതൊക്കെ എല്ലാ വീഡിയോയിലും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഇതുപോലെ 1.5 ഇഞ്ച് നമ്മൾ എടുത്തിട്ട് കോർണറിൽ നിന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല കേട്ടോ, നമുക്കറിയാമല്ലോ ഈ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് അളന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് 18ആണ് വരുന്നത്. അപ്പോൾ ആ 18ൻ്റെ പകുതി വരുന്നുണ്ടോ എന്ന് ഞാൻ കണ്ടുപിടിക്കണം കണ്ടോ. ഞാൻ ഇവിടെ നിന്നാണ് അളക്കണേന്ന് കണ്ടോ. ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ ഇതുപോലെ എടുത്ത് കണ്ടോ കൊണ്ടുവരികയാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് 9 കിട്ടും കേട്ടോ. നമുക്ക് 9 കിട്ടണം, നമ്മുടെ എത്രയാണോ ആം ഹോൾ റൗണ്ട് അതിൻ്റെ പകുതി നമുക്ക് കിട്ടണം, ഇല്ലെങ്കിൽ ആ കണക്ക് തെറ്റായിരിക്കും കേട്ടോ. ഇനി ഞാൻ വേസ്റ്റിൻ്റെ ഭാഗം പറയാം. അപ്പോൾ വേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 16ആണ് എനിക്ക് വരുന്നത്. ആ ഭാഗത്ത് എത്രയാണ് നോക്കുക. അപ്പോൾ എനിക്ക് അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 9 ഇഞ്ചാണ് കേട്ടോ. ഞാൻ 9 ഇഞ്ചാണ് അതിൻ്റെ 4.1 ഭാഗം കേട്ടോ. 9 ഇഞ്ച് ആ വേസ്റ്റിൻ്റെ 4.1 ഭാഗം 9 ഇഞ്ച്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാനിവിടെ 2 ഇഞ്ച് കൊടുക്കണമെന്നില്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിവിടെ എപ്പോഴും 2 ഇഞ്ച് കൊടുക്കണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇതുപോലെ നമ്മളപ്പോൾ അതിൻ്റെ ബേസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടോ. ബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം, പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പറഞ്ഞുതരാം. ഈ ഒരു അടിഭാഗത്ത് ഒരു 3/4 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക. കാരണം നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നമുക്കൊന്ന് എന്താ പറയുക, ഒന്ന് തൂങ്ങി കിടക്കും ചില ഫ്രോക്കുകൾ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ നെക്കൊക്കെ ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു കാര്യം വിട്ടിട്ടുണ്ട്, ഇതുപോലെ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ. കുഴിച്ച് വരയ്ക്കണല്ലോ നമുക്ക് ആ ഒരു ആം ഹോളിൻ്റെ ഭാഗം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ തള്ളിയിട്ട് ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് കുഴിച്ച് വരയ്ക്കുകയാണ്.
ഇപ്പോൾ ഈ കുർത്തിക്കായതുകൊണ്ട് കുഴിച്ച് വരച്ചില്ലെങ്കിലും പ്രശ്നമില്ല, വരയ്ക്കാത്തവർക്ക് വരയ്ക്കേണ്ട, വരയ്ക്കേണ്ടവർക്ക് വരയ്ക്കാം. പക്ഷേ ബ്ലൗസിന് എന്തായാലും വേണം കേട്ടോ. കുർത്തിയുടെ കാര്യം എന്തായാലും ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളത് അടുത്തു. അപ്പോൾ ഞാൻ ഇതുപോലെ വരച്ച് ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇനി ഇതിൻ്റെ ആ മുകളിലെ ഭാഗം അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. 2 ഭാഗങ്ങളായിട്ട് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കായിട്ട്. അപ്പോൾ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ കൊണ്ടുപോകുന്നുണ്ട്. 2 ഇപ്പോൾ ബാക്കിലേക്ക് ഫ്രണ്ടിലേക്കും ആയിട്ടുണ്ട്. ഇത് നമ്മുടെ സാരിയുടെ തുണിയിൽ നിന്ന് നമ്മളിത് ഇതുപോലെ നമ്മൾ അതിനാവശ്യമുള്ളത് കട്ട് ചെയ്തിട്ട് തയ്ച്ചു കൊണ്ടുവരാം കേട്ടോ. ഒന്നും കാണിക്കണില്ല അതൊന്നും. ഇനി നമുക്ക് ഈ ഒരു ഭാഗം യോക്കിൻ്റെ ഭാഗം എടുക്കാനായിട്ട് ഞാൻ ഈ ഒരു അളവാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് എടുക്കണത്. അപ്പോൾ നമ്മളിങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ എനിക്ക് 9 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ഭാഗം എന്ന് ഞാൻ പറഞ്ഞു, നല്ലൊരു ഭാഗം 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. അപ്പോൾ 9ൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി വരുമ്പോൾ 11 ഇഞ്ച്. അപ്പോൾ അതേപോലെ 11 ഇഞ്ച് 2 ഭാഗത്തുണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഒരു ഭാഗത്തെ കണക്കാണ് നമ്മൾ പറയുന്നത്, കണ്ടില്ലേ? അതായത് നല്ലൊരു ഭാഗമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ 11നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫുൾ വേസ്റ്റ് കിട്ടും. മനസ്സിലായല്ലോ? നല്ലൊരു ഭാഗമാണ് 11. ആ 11നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ഫുൾ വേസ്റ്റ് അവിടുത്തെ ഫുൾ വേസ്റ്റ് കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 44 ഇഞ്ചാണ്. മനസ്സിലായല്ലോ? അപ്പോൾ 44 ഇഞ്ചിനെ നമ്മൾ എന്താ ചെയ്യാതെ 11നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാട്ടോ. ഞാൻ വീണ്ടും നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരാണ്. അപ്പോൾ 44 കിട്ടും ഫുൾ വേസ്റ്റ്. അതിനെ 8 ഫോൾഡാണ് വരുന്നത്. അപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 5.5 വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ? ഈ ഒരു ഭാഗത്ത് അളവ് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടുമ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 11ൻ്റെ പകുതി എടുക്കുമ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. കണക്ക് കിട്ടും. അതായത് 11 അതിനെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ അതിൽ 5.5 കിട്ടും. 2 ഇതാണെങ്കിൽ സെയിം ഉത്തരം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. 4 ഭാഗം 11ആണ്. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം കിട്ടും. അതിനെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 5.5 നമുക്ക് കിട്ടുക. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ തുണി മടക്കാമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇപ്പം ഞാൻ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു മേശപ്പുറത്താണ് കേട്ടോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2ആയിട്ട് ഞാൻ മടക്കി, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്നിട്ട് അതിനെ വീണ്ടും മടക്കി. അപ്പോൾ 4ആയല്ലോ. ഇത് കണ്ട, ഇതിപ്പം മടക്കി വന്നേണ്ട കണ്ട. ഇങ്ങനെ ക്യാമറയിലേക്ക് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ ഇങ്ങനെ കാണിക്കുന്നത്. ഇതുപോലെ കാണിച്ചു തരാം. അപ്പോൾ 4ആയിട്ട് മടക്കിയത് എങ്ങനെയാണ്? ഇത് ഫോൾഡഡ് സൈഡാണ്. ആ ഭാഗം തുറന്ന സൈഡ് ഉണ്ടാവും കേട്ടോ. 2 ഭാഗം തുറന്നതും 2 ഭാഗം അങ്ങനെ അടഞ്ഞിരിക്കുന്ന ഭാഗം കേട്ടോ. കണ്ടില്ലേ? ഇപ്പം 4 ഫോൾഡ് നമുക്ക് വന്നില്ല. നമുക്ക് 8 ഫോൾഡല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഒതുക്കി നമ്മൾ വയ്ക്കുക. ഈ തുണി ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ അത് നമുക്ക് തയ്ക്കാനായിട്ടേ ഭയങ്കര ഫ്ലോയി മെറ്റീരിയലല്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട് ഇതിൽ. അപ്പോൾ ഇതുപോലെ നമ്മളിത് ഇങ്ങനെ കോർണറാക്കി ഞാൻ മടക്കി ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടാൽ മനസ്സിലാവും ഞാൻ അതുപോലെ തയ്ച്ചെടുക്കണം. അപ്പോൾ ഫോൾഡഡ് സൈഡ് കണ്ട എൻ്റെ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ നമുക്ക് 8 പാർട്ടായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഫോൾഡ് ചെയ്തപ്പോൾ കണ്ടില്ലേ, 8 ഇതായിട്ട് കിട്ടിയത് കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് വരിക കേട്ടോ. നമ്മളിത് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു 5.5 നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ, അത് കണ്ടുപിടിക്കേണ്ടത്, അത് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. താഴേക്ക് ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മളിത് മടക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇങ്ങനെ കോർണറായിട്ട് മടക്കി വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു 5.5 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലെവിടെയാണ് അടയാളപ്പെടുത്താമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കോർണറിൽ ഇവിടെ എത്തി. അപ്പോൾ ഞാൻ ചെയ്യേണ്ട ഈ ഭാഗം കൃത്യമായിട്ട് നമ്മളൊന്ന് പിടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ ഞാനത് ഒപ്പം വെച്ചിട്ട് നോക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ 5.5 എവിടെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ആ 5.5 നമ്മുടെ ആ കോർണറിലതേ കണ്ടോ, ആ ഒരു ഭാഗത്ത് എവിടെയാണ് വരുന്നത് നോക്കുക. അപ്പോൾ നമ്മൾ 5.5 ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. ആ ഭാഗം വരതേണ്ട് 5.5 ആ ഭാഗത്ത് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. എന്നിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 5.5 വന്നല്ലോ. അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്ത് ഞാനൊരു പിൻ വെച്ച് കൊടുക്കുക. കാരണം ഈ മെറ്റീരിയൽ ഭയങ്കര ഫ്ലോയി മെറ്റീരിയലാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഞാൻ കണ്ട 5.5 അടയാളപ്പെടുത്തി. അതിന് ശേഷം നമ്മൾ ഈ കോർണറിൽ നിന്ന് താഴോട്ട് 5.5 അടയാളപ്പെടുത്തിയിട്ട് എത്ര അളവുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് വരുന്നത് 7.5 ഒരു ഭാഗത്ത്. അപ്പോൾ എല്ലാ ഭാഗത്തും 7.5 തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ആ ഒരളവ് തന്നെ നമ്മൾ കണ്ട 7.5 ഇഞ്ച്. അപ്പോൾ എല്ലാ ഭാഗത്തും അതുപോലെ തന്നെ 7.5 തന്നെ വേണം. 5.5 വരണത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറയണുള്ളൂ. പിന്നെ അടുത്തല്ല ഇതിരിക്കുന്ന തുണി ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ, ഞാൻ ഈ ആ ഒരു ഷേപ്പിൽ അവിടെ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ വരച്ചു കൊടുക്കുക. ഈ തുണിയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെട്ടി ഇപ്പോൾ കുറച്ചൊന്ന് നീണ്ടു പോയിട്ടുണ്ട്. കാരണം അത്രയും ഇങ്ങനെ വിരിഞ്ഞ് വരണ തുണിയാണ്. അപ്പോൾ ഈ 5.5 കുറച്ച് മുകളിലേക്ക് വെച്ചിട്ടാണ് ഞാൻ വെട്ടിയത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് 34 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ 32 എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് 2 ഇഞ്ച് കൂടി കൂടുതൽ എടുക്കാൻ തോന്നി. അപ്പോൾ
ഇതാ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് ഞാനിങ്ങനെ താഴത്തേക്ക് എടുത്ത് തുടങ്ങുകയാണ് കേട്ടോ. 34 ഇഞ്ച് ഇവിടുന്ന് 34 ഇഞ്ച് താഴേക്ക് എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അവിടെ വരയ്ക്കണമല്ലോ, കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ട് നമുക്കറിയാമല്ലോ ഓരോ അളവ് എത്രയാണ് സ്കേർട്ടിൻ്റെ ഭാഗം. 32 എനിക്ക്, ഞാൻ 2 ഇഞ്ച് കൂടി കൂടുതലായിട്ട് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനവിടെ വരച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വരയ്ക്കാനായിട്ട്. ഈ തുണി തെന്നി പോവണം. അപ്പോൾ നമുക്കത് വരച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇനി നമ്മൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ 5.5 നമ്മൾ കട്ട് ചെയ്തില്ലേ, അതിനേക്കാളും ഒരു 1/2 ഇഞ്ച്, അതായത് 1 ഇഞ്ച് മുകളിലേക്ക് കയറിയിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല. കാരണം ഇങ്ങനത്തെ തുണിയാകുമ്പോൾ കേട്ടോ, കോട്ടണിലാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനത്തെ തുണി കട്ട് ചെയ്ത് വരുമ്പോൾ ഇത് പെട്ടെന്ന് വലിയും. അപ്പോൾ നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗം കൂടുതലായിട്ട് വരും. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ തുണിയുടെ ഒരു ഇതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ, അപ്പോൾ കുറച്ചേ വന്നിട്ടുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് ഇതായിട്ട് വെട്ടോ, കുറച്ച് ഇതായിട്ട് വെട്ടാം. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് തുണിയില്ല, ആ ഒരു ഭാഗത്ത് ഒരു പീസ് നമുക്കില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ആ കട്ട് ചെയ്ത പീസിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതെല്ലാവർക്കും അറിയാമല്ലോ, അംബ്രല്ലയിൽ നമ്മൾ തുണി എങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ അത് ആ ഒരു രൂപത്തിൽ അത് മനസ്സിലാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേറെ വീഡിയോ ഞാൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടോ. അപ്പോൾ നമുക്ക് 2 പീസ് കിട്ടും കണ്ടോ, ഇതുപോലെ 2 പീസ് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. 4.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ആ 4.5 മീറ്റർ തന്നെ നമ്മൾ ഇതേപോലെ ഈ ഒരു അളവിൽ കേട്ടോ. അത് ഞാനിതിൽ കാണിക്കില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനിപ്പോൾ ഇത് പറഞ്ഞല്ലോ. ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിൽ ഇതുപോലെ ലൈനിങ് തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ തയ്ച്ചു കൊണ്ടുവന്നു, ലൈനിങ്ങായിട്ട് ജോയിൻ ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫ്ലോയി മെറ്റീരിയൽ വീണ്ടും ഞാൻ പറയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, ചില ഭാഗത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് വരാത്ത പോലെയായിരുന്നു. അതൊരു സാരിയുടെ ഒരു പ്രത്യേക ഒരു സാരിയാണത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഫ്ലോയി ആയിട്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ, അപ്പം ഞാൻ ഇതിന് ഈ ഒരു ഇത് തമ്മിൽ യോജിപ്പിച്ചു. കാരണം ഭയങ്കര ഫ്ലോയി സാരി ആയതുകൊണ്ട് ഇതിൻ്റെ ലൈനിങ്ങായിട്ട് ഞാൻ ഇതായിട്ട് കൊടുത്തു കേട്ടോ. ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ കണ്ടോ ഇത് ആ കറക്റ്റ് ആ വേസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാൻ പാകത്തിന് കേട്ടോ നമ്മൾ ആക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു ആ ഷേപ്പിൽ നമ്മളൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കൃത്യമായിട്ട് അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് അടുത്തത് സ്ലീവിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ അത് സ്ലീവ് 4ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്, ഫുൾ സ്ലീവാണ്. അപ്പോൾ സ്ലീവ് നല്ല ബുദ്ധിമുട്ടാണ്. ഇതുപോലെ ഈ ഒരു തുണിയിൽ ഇതാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ 4ആയിട്ട് മടക്കി വെച്ച് ഞാൻ ഫുൾ സ്ലീവാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 29 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചിങ്ങനെ പോള പോലെ നിൽക്കുന്ന ഒരു സ്ലീവില്ലേ, അപ്പോൾ അതുപോലെയാണ് ഞാൻ എടുക്കണത് കേട്ടോ. അപ്പോൾ 29 ഇഞ്ച് ലെങ്ത്ത് ഞാൻ ഈ സ്ലീവിന് എടുക്കുന്നുണ്ട്, ഫുൾ സ്ലീവ് തന്നെ. അപ്പോൾ നമ്മളിനി ഇങ്ങനെ 4ആയിട്ട് മടക്കി വെച്ചു. ഇനി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ക്യാപ്പ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ചാണ് വരിക കേട്ടോ. 4 ഇഞ്ച് നമ്മൾ എടുത്തത് ഇതുപോലെ 4 ഇഞ്ച് നമ്മൾ എടുത്തിട്ട് താഴേക്ക് വരച്ചു കൊടുക്കണം. നമ്മളെല്ലാ സ്ലീവും ചെയ്യണ പോലെ ഞാൻ സ്ലീവിൻ്റെ സെപ്പറേറ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് കാണാം. അപ്പോൾ ഞാനിത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അതിൽ പറയാത്തത്. എന്നിട്ട് നമ്മുടെ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി 9 ഇഞ്ച് നമ്മളിത് ഇതുപോലെ എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ എടുക്കുകയാണ്. അപ്പോൾ തുണി ഒപ്പം വരാണ്ടേ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തു, അതിൻ്റെ പകുതി എടുത്തു. എന്നിട്ടൊരു 3/4 ഇഞ്ച് ഇതുപോലെ അതിൻ്റെ സെൻറ്റർ എടുക്കുകയാണ് കേട്ടോ. ആ ഒരു ചെരിഞ്ഞ ലൈനിൻ്റെ സെൻറ്റർ എടുത്തിട്ട് അവിടെ നിന്ന് അതിൻ്റെ സെൻറ്റർ എടുക്കുക. മിഡിൽ പോയിൻറ്റിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് കേട്ടോ. ഇതുപോലെ ഒരു 3/4 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ അടയാളപ്പെടുത്തിയിട്ട് ബാക്ക് ആം ഹോൾ വരയ്ക്കുക. അതുപോലെ ബാക്ക് സ്ലീവ് വരയ്ക്കുക. അതുപോലെ ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ചു വെട്ടുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ആ ഡീറ്റെയിൽ വീഡിയോയിൽ തന്നെ പറയേണ്ടത്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് ഇതാ ഞാൻ പറഞ്ഞു തരുന്നത്. അത് ഫുൾ ഫ്ലെയർ ആയിട്ടുള്ള ഒരു അംബ്രല്ലയുടെ വേറൊരു ഇത്. പിന്നെ എൻ്റെ സ്ലീവിൻ്റെ ഓപ്പൺ വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 3 ഇഞ്ച് ഈ ഒരു ഭാഗം കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ആ കറക്റ്റ് പോയിൻറ്റിലേക്ക് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ സീം അലവൻസും കൂടി വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഫുൾ സ്ലീവും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അംബ്രല്ല ഫ്രോക്കിൻ്റെ 2-3 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇതിലിടാം. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി സംശയം ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് കാൽക്കുലേഷൻ്റെ വ്യത്യാസമുണ്ട്. അതിൽ ചെയ്ത പോലെയല്ല ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറെ ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ആ രീതിയിൽ. സ്ലീവൊക്കെ നിങ്ങൾ വെക്കണത് നമ്മൾ സ്ലീവ് എങ്ങനെയാണോ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുക. അത് ഞാൻ കാണിക്കില്ല കേട്ടോ. പിന്നെ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ഈ അറ്റഭാഗം സാധാരണ പോലെ മടക്കിയടിക്കുമല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ചെയ്താൽ മതി. ഞാൻ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്ത് നമ്മൾ കിട്ടിയിട്ടോ.
ഇത് നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇതിൽ ക്യാൻവാസാണ്, ഇത് ഫ്ലോയി ആയിട്ടുള്ള തുണിയാണല്ലോ. അപ്പോൾ അത് കാരണം ഞാനൊരു ഇതുപോലെ ഒരു 4 ഇഞ്ചിൽ വിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാൻവാസിലാണ് ചെയ്യണം. 4 ഇഞ്ച് വിട്ടും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് 5.5 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ വരച്ച് കൊടുക്കണം പോലെ ക്യാൻവാസിൽ വരച്ച് കൊടുക്കണം പോലെ ചെയ്യുക. കാരണം ഈ തുണിയിൽ ഒരിക്കലും വേറെ എന്ത് ചെയ്താലും നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്യാൻവാസിൽ ചെയ്തിട്ട് എടുക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ബാക്കിൽ ഫ്രണ്ടിൽ ഞാൻ അതുപോലെ തന്നെയാണ് വെച്ച് കൊടുത്തത്, അല്ലെങ്കിൽ കഴുത്ത് നമുക്ക് വീണ് പോകും. അങ്ങനത്തെ ഒരു തുണിയാണ്. ഇപ്പോൾ നിങ്ങളുടെ കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. വേറെ ഏതെങ്കിലും സിൽക്ക് മെറ്റീരിയലോ ഒക്കെ ഇതിലാണെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഫ്ലോയി തുണിയല്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് നോർമലായിട്ട് നമ്മൾ ക്യാൻവാസ് എടുക്കുക, അതുപോലെ തന്നെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ തള്ളി വരച്ചു. ഇനി ബാക്കിലേക്ക് ഞാൻ ക്യാൻവാസിൽ തന്നെ ചെയ്യുന്നുണ്ട്. അത് ഇതേ വിട്ട് നമ്മൾ പറഞ്ഞല്ലോ 4 ഇഞ്ച് വിട്ടും അതുപോലെ തന്നെ പിന്നെ ഇത് വരയ്ക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിൽ 4 ഇഞ്ച് വിട്ടും 5 ഇഞ്ച് ലെങ്ത്തോണ് കൊടുക്കണം ബാക്കിലും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ സ്ലീവും ഒക്കെ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. അതുപോലെ സൈഡ് കൂട്ടിയിട്ടില്ല. അപ്പോൾ അത് ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ ഞാൻ അടിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു മടക്കി അടിച്ചിട്ടുള്ളൂ കേട്ടോ സ്ലീവിൻ്റെ. നേരത്തെ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം എടുക്കാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ യോക്കിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ജോയിൻ ചെയ്ത് നമുക്ക് സ്ലീവും യോക്കിൻ്റെ ഈ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ തുണി ഇങ്ങനത്തെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ വെച്ച് കൊടുത്തത്, ജസ്റ്റ് അതൊന്ന് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തി നമ്മുടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തയ്ച്ച് കഴിഞ്ഞല്ലേ, ഇത് തുണി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണമുണ്ട് കുറച്ച് സമയം എടുത്തു. പക്ഷേ ഈസിയാണ് ചെയ്യാനായിട്ടിട്ട്, കണക്കുകളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ. ഇതിൻ്റെ അടിയിൽ പക്ഷെ നല്ല ഭംഗിയാണ്, നല്ല ഫ്ലെയറിൽ ഇതുപോലെ കിടക്കും. ഞാനിത് ഇൻ്റർലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ലോക്ക് ചെയ്യണം, അടിയിലും ലോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക.